ഹോണ്ടോളജി ബേസ് ചെയ്തുള്ള കൺസെപ്റ്റുകൾ സിനിമയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സ്പെക്ട്രൽ പ്രസൻസാണ് എപ്പോഴും സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. പ്രത്യേകിച്ച് കുറ്റാന്വേഷണ കഥകളിലൊക്കെ ഇത് സ്ഥിരമായി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. കാര്യം അത് നമ്മൾ പല സിനിമകൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും നമുക്കതിനൊക്കെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കാം. പ്രത്യേകിച്ച് യവനികയും പിന്നീട് പിൻഗാമിയും ഒക്കെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത സിനിമകളാണ്. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജിതിൻ കെ ജോസിൻ്റെ മമ്മൂട്ടി ചിത്രം കളങ്കാവലാണ് സംസാരിക്കുന്നത്. ഈ ചിത്രം ശരിക്കും ഈ ഇതുപോലെ ഒരുപാട് മർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ സിനിമയും സംസാരിക്കുന്നത്. പക്ഷേ ഈ മർഡർ ചെയ്യപ്പെട്ട ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രോസസ്സിങ് എപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ അതിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഈ സത്യങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും ക്രൈമുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, കാര്യം ക്രൈമിന് ഒരിക്കലും ജസ്റ്റിസ് കിട്ടുക എന്നുള്ളൊരു സംഭവം നടക്കാറില്ല പലപ്പോഴും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ട്രൂത്ത് ഒരു ശബ്ദമായിട്ട് ഉയരുക എന്ന് പറയുന്നൊരു പ്രോസസ്സും പലപ്പോഴും ഉണ്ടാവില്ല. പക്ഷേ ഈ മർഡറുകളുടെയൊക്കെ കേസിൽ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതിനൊരു ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഇതിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഏതാണ്ട് ഈ രീതിയിലുള്ളൊരു പ്രമേയമാണ് ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും കൂടി ഈ കളങ്കാവലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് 2005 തുടങ്ങി 2012 വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മിസ്റ്ററി പാറ്റേൺസൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ മമ്മൂട്ടിയുടെ പ്രകടനവും വിനായകൻ്റെ പ്രകടനവും ഒക്കെ സിനിമയെ നല്ല രീതിയിൽ എലവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സ്ലോ പേസിൻ്റെ ഒരു പ്രശ്നം, സ്ലോ പേസ് നമുക്ക് ഈ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണുന്നവർക്ക് സ്ലോ പേസിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട് ഈ സിനിമയിലുമുണ്ട്. പക്ഷേ ഇതിലെ ക്യാരക്ടേഴ്സ് ഈ വിഷയത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് അതിനകത്തുണ്ടാകാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സൊക്കെ അവർ നിലനിർത്തുന്നുണ്ട്. അത് നല്ല രീതിയിൽ സിനിമയിൽ വർക്കൗട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി വില്ലനാണെന്നുള്ളത് ഓൾറെഡി അവർ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. വിനായകനാണ് സിനിമയിലെ നായകൻ എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായ പുതുമകളൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഈ കഥയുടെ ടെറൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്, കേരളം, മാർത്താണ്ഡം, ഇങ്ങനെ ബോർഡർ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് അവരതിനെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് ഈ കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകേണ്ട എല്ലാ ക്യാരക്ടറിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറേ മഡേഴ്സുകൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു കൺഫ്യൂഷൻ, പ്രത്യേകിച്ച് ഇങ്ങനെ സ്കാറ്ററിംഗ് ആയിട്ട് കിടക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു വിഷയത്തിലേക്ക് പല രീതിയിലുള്ള കണക്ടിവിറ്റി, അതിനകത്ത് ഏതാണ് മാറി നിൽക്കുന്നത്, അത് പിന്നീട് എങ്ങനെ ഇതിലേക്ക് സിങ്ക് ആവുന്നു എന്നൊക്കെ നമുക്കൊരു ചോദ്യവും ഉത്തരവും ഒക്കെ അവർ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ അത് വർക്കാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ലോ പേസ് ഈ പടത്തിനൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ അത് പോരായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. പക്ഷെ മമ്മൂട്ടി വീണ്ടും റീമോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. ഇപ്പം റോഷാക്കിലൊക്കെ കണ്ടതുപോലെ ഇവിടെ വരുമ്പോൾ അദ്ദേഹം വില്ലനായിട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സിഗരറ്റ് വായിലേക്ക് ചവച്ചെടുക്കുന്ന ഒരു സീക്വൻസൊക്കെ ഉണ്ട്. അതിനുശേഷം തിരിച്ച് തുപ്പുന്ന ഒരു സീക്വൻസ്, അതൊക്കെ മമ്മൂട്ടിയുടെ ഒരു വില്ലേനിയസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഭയങ്കരമായിട്ട് തോന്നി. അതുപോലെ തന്നെ പിന്നെ ക്യാരക്ടർ മമ്മൂട്ടി പിടിച്ചിരിക്കുന്ന അറിയാം, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും മറ്റു കാര്യങ്ങളും. പ്രത്യേകിച്ച് അദ്ദേഹം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു റോള് ചെയ്യാൻ കാണിക്കുന്ന ഒരു ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല. കാര്യം അത് ഗംഭീരമാണ്. അതുപോലെ തന്നെ വിനായകൻ്റെ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ വളരെ സറ്റയറായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ റോള്. കാര്യം അദ്ദേഹത്തിൻ്റെ സ്ഥിരം പാറ്റേണിലോട്ടൊന്നും പോകാതെ അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു പോലീസ് ഓഫീസറുടെ റോള് നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവൻ ഗോപിനാഥുണ്ട്, പിന്നെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ, ഗായത്രി അരുൺ, മേഘ തോമസ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിനകത്ത് അങ്ങനെ ഓർത്തിരിക്കുന്ന ഇപ്പോൾ ഗായത്രിയുടെ റോളും പിന്നെ മാളവിയുടെ റോളും രജീഷയുടെ റോളും ഒക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുന്നത്. കാര്യം കഥയിൽ വളരെ ടേണിങ് ആകുന്ന കഥാപാത്രങ്ങളൊക്കെ ഇവരുടെയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ റോളിനും നല്ല അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ സിനിമ ആ രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ സ്ലോ പേസ് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ സിനിമയ്ക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ടുണ്ടാകുന്നുള്ളൂ. ബാക്കി സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഒരു
ശരാശരിക്ക് മുകളിൽ തന്നെയുള്ള അനുഭവം തന്നെയാണ്. അത് ഒരുപക്ഷെ മമ്മൂട്ടി കമ്പനിയൊക്കെ ആകുമ്പം കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ഇങ്ങനെയുള്ള സിനിമകളും കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളതാണ്. പിന്നെ ക്യാമറ ഫൈസൽ അലിയാണ്, നൈസാണ് വർക്ക്. അതുപോലെ തന്നെ മുജി മജീദാണ് മ്യൂസിക്, എടുത്തു പറയേണ്ടതാണ്. കാര്യം പുള്ളി അത് ഇങ്ങനെ നന്നായിട്ടത് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നില കായും നേരം എന്നൊക്കെയുള്ള സോങ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ക്ലൈമാക്സിൻ്റെ ആ പോർഷനിലൊക്കെ വരുമ്പോഴും അതിന് മുമ്പാണെങ്കിലും ബീറ്റിംഗ് ഒക്കെ ഇട്ടിരിക്കുന്നത്, അല്ലാത്തപ്പം ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജിഷ്ണു പ്രഭാകറാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അതും നല്ല രീതിയിലാണ്. പിന്നെ ഓവറോൾ എങ്ങനെ നോക്കിയാലും കളങ്കാവിൽ നമുക്ക് തിയേറ്ററിൽ കാണാവുന്നൊരു സിനിമയാണ്. എന്നാൽ അതിനകത്ത് ഈ പറഞ്ഞ ചില പ്രശ്നങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. എന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാവുന്ന സിനിമയാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകളുമായി വരുന്നതായിരിക്കും. താങ്ക് യു.